അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റൂഹ് ജീവൻ ഉള്ള വസ്തുവിനെ, ജീവിയെ നാം ഒരിക്കലും തന്നെ ഉണ്ടാക്കാൻ പാടില്ല. അതിൻ്റെ പ്രതിമ നാം ഉണ്ടാക്കുന്നത് കുറ്റകരമാണ്, അത് തെറ്റാണ്. ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. ജീവനില്ലാത്ത വസ്തുക്കളെ നമുക്ക് നിർമ്മിക്കാം, അതിന് കുഴപ്പവുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു മുസവ്വിരിൻ ഫിന്നാർ. പ്രതിമകൾ ഉണ്ടാക്കുന്ന, ജീവനുള്ള വസ്തുക്കളുടെ പ്രതിമകൾ ഉണ്ടാക്കുന്ന ഏതൊരാളും അവർ നരകത്തിലാണ്. മാത്രമല്ല, യുജാലു ലഹു ബി കുല്ലി സൂറത്തിൻ സവ്വറഹ നഫ്സ. അവൻ ഈ ലോകത്ത് ഉണ്ടാക്കി വെച്ച എത്ര പ്രതിമകളുണ്ടോ, അല്ലെങ്കിൽ ഏതെല്ലാം വിധത്തിലുള്ള പ്രതിമകളുണ്ടോ, ജീവനുള്ള വസ്തുവിൻ്റെ പ്രതിമകൾ, അതിന് പകരമായിക്കൊണ്ട് അള്ളാഹു ഓരോന്നിനു പകരമായിക്കൊണ്ടും അവനക്ക് പടക്കും നഫ്സൻ, ഓരോ ആത്മാവിനെ പടച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അള്ളാഹു ചെയ്യുന്ന പണി ഫയുഅദ്ദിബുഹു, ഓരോ ആത്മാക്കളെയും ഫീ ജഹന്നമ, നരകത്തിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കപ്പെടും. അപ്പോൾ അതിൻ്റെ വേദനകൾ മുഴുവൻ അനുഭവിക്കേണ്ടത് ഈ തസ്വീർ ചെയ്ത, ഈ പ്രതിമകൾ ഉണ്ടാക്കിയ വ്യക്തിയായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനത്തിലായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫൈൻ കുന്ത ലാബുദ്ദ ഫായിലൻ. ഇനി ഒരാൾക്ക് അങ്ങനെ ഒരു പ്രതിമ ഉണ്ടാക്കണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജീവനുള്ളതിൻ്റെ പ്രതിമ ഉണ്ടാക്കേണ്ട, മറിച്ച് ഫസ്നൈ ഷജറ, വൃക്ഷത്തിൻ്റെ രൂപം അവൻ ഉണ്ടാക്കിക്കൊള്ളട്ടെ. അല്ലെങ്കിൽ വമാ ലാ റൂഹ ഫീഹി, ആത്മാവില്ലാത്ത വസ്തുക്കളുടെ രൂപം അവൻ ഉണ്ടാക്കിക്കൊള്ളട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആകെ പറഞ്ഞത്, ജീവനുള്ള വസ്തുക്കളുടെ ഒരു പ്രതിമയും ഉണ്ടാക്കാൻ പാടില്ല, അത് വളരെ കുറ്റമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അങ്ങനെ ഉണ്ടാക്കിയ ആളുകളോട് അള്ളാഹു അന്ത്യദിനത്തിൽ പറയും, അഹ്യു, നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത ജീവികൾക്ക് നിങ്ങൾ ഹയാത്തിടുവീൻ എന്ന് അവരോട് ഹയാത്തിടാൻ വേണ്ടി കീർത്തിക്കപ്പെടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ചിന്ത വരുന്നത്, അവർക്കൊരിക്കലും ഹയാത്താക്കാൻ സാധ്യമല്ല, അവരെ അള്ളാഹു ശിക്ഷിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.